Audience. 2KMNO4 plus 8H12 so 4 അവിടെ ചായ കുടിച്ച ഗ്ലാസ് ഇരിപ്പുണ്ടാ? 2KMNO ചായ കുടിച്ച ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ടാന്ന്? ഉണ്ട്. ഉണ്ടാ? കുടിച്ചാ അതവിടെ 2KMNO4. അമ്മ എന്താ? ഞാൻ മിക്കവാറും എക്സാമിന് പൊട്ടും. ഞാൻ തുറന്ന് പറഞ്ഞ കേക്കണില്ല. എന്താണ്? ഞാൻ മിക്കവാറും എക്സാമിന് പൊട്ടും. എങ്ങനെ പൊട്ടാൻ? ഇതൊന്നും തലേ നിക്കുന്നില്ല. ഇന്നലെ പച്ചവെള്ളം വരെ പഠിച്ചു, ഇപ്പൊ ഒരു വാഹം ഓർമ്മയില്ല. അത് പറ. പണ്ടത്തെ കാരണവന്മാര് പറയും മുട്ടുമ്പോഴല്ല പറമ്പ് അന്വേഷിക്കേണ്ടതെന്ന്. ബുദ്ധിയുള്ള പിള്ളേര് നേരത്തെ പഠിച്ചു വെക്കും. നിന്നെ പോലെ ഈ നാളത്തെ പരീക്ഷയ്ക്ക് ഇന്നാണ് ഓടി പഠിക്കണത്. ഇന്നത്തെ എക്സാം ഇന്നത്തെ പരീക്ഷയ്ക്ക് ഈ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ എന്തായിക്കോട്ടെ, അതാത് ദിവസത്തെ പഠിച്ചു പോയാൽ കുഴപ്പമില്ലല്ലോ. അതാത് ദിവസത്തെ ഞാൻ പഠിച്ച് ഓർമ്മ നിക്കണ്ട. ഇതൊന്ന് നോക്ക്. 2KMNO4 plus ഇത് എന്തോന്നത്? തലയിലൊന്നും നിക്കൂല. അത് കൊള്ളാം. ഇതൊന്ന് വായിച്ചേ നീ. ഇതൊന്ന് വായിച്ചേ. വായിക്കുന്നീ. 2KMNO4. അതൊരു 5 പ്രാവശ്യം പറഞ്ഞേ. 2KMNO4 കണ്ട. എനിക്ക് പറയാലോ 2KMNO4. ഇത് ഇത്രയും പഠിക്കേണ്ട. ഇത് എത്ര ഉണ്ടെന്ന് അറിയാം. ഇതെല്ലാം ഒരു 5 പ്രാവശ്യം വായിച്ചാൽ നിനക്ക് കിട്ടൂലെന്ന്. ഓ അമ്മ, ഞാൻ ആരെടുത്ത് പറയുന്നത്? നല്ലൊരു കെമിസ്ട്രി ആണ് എനിക്ക് സീന്. ഇവളെ എന്ത് ചെയ്താ മതി? എടി കെമിസ്ട്രിക്കല്ലേടി നിനക്ക് ഡാഡി കൊണ്ടുവന്ന് നിന്നെ ട്യൂഷനാക്കിയത്. എന്നിട്ട് ഇപ്പോഴും നിനക്ക് പഠിക്കാൻ പറ്റണില്ലേടി? ഇല്ലമ്മ, തലേ കേറണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്. പരീക്ഷ ഇടുന്ന ആൾക്കാരോട് പറ എനിക്കത് തലേ കയറണില്ല, എനിക്കത് വേണ്ടാന്ന്. അങ്ങനെ ഞാൻ മിക്കവാറും പറയും. 3-ാം നാള് പോലെ ഉണ്ട്. പിന്നെ 3-ാം നാള് അഥവാ അതുപോലെ ബുദ്ധിയുള്ള പിള്ളേർ എന്ത് ചെയ്യും? ഞാനൊക്കെ പഠിച്ചപ്പോ എനിക്ക് ചിലതൊന്നും പഠിച്ചാൽ തലേ കയറൂല. അതന്നല്ലേ എനിക്കും. എന്ന് വിചാരിച്ച് ഞങ്ങളത് പഠിക്കാതിരിക്കൂല. ഞങ്ങളപ്പോ അതിനൊരു പാട്ടുണ്ടാക്കി. കാക്കവ കോഴിമ പാത്രയേയിക്കോ അപ്പക്കൊത്തി. കാക്കവ കോഴിമ ജില്ലകളുടെ പേര്. പേരുണ്ടാക്ക്. ഉത്തരം മുട്ടിയാ? നടന്നു പോണ ഒരാളോട് അതിനകത്ത് കാണിച്ചിട്ട് പാട്ട് എഴുതാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? ഞാനാണിത് പഠിക്കണമെങ്കിൽ ഞാൻ എഴുതിയേനെ. കാണാപ്പാടം പഠിക്കാൻ എനിക്ക് പറ്റിയത് മനസ്സിലായിട്ട് തലയിരിക്കുന്നില്ലമ്മ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ശരി, എന്റെ മോള് പരീക്ഷ എഴുതണ്ട, തീർന്നല്ലോ. മുത്തേ, കഴിഞ്ഞ സ്കൂളിലെ പരീക്ഷയ്ക്ക് നിനക്ക് മാർക്ക് കുറവ്. കെമിസ്ട്രിക്ക് മാത്രം. എന്താണെങ്കിലും കെമിസ്ട്രിയും കൂടെ ഈ പരീക്ഷയ്ക്ക് നീ ഇതാണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ബുക്കൊക്കെ ഞാൻ എടുത്ത് മറ്റേ കടലാസ് വെക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് എൻ്റെ കൂടെ നിന്നെ ഞാൻ തൊഴിലുറപ്പിന് കൊണ്ടുപോകും. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. മര്യാദക്ക് ഇന്ന് പഠിക്കണി. നീ വേഷം കെട്ടുന്നത് കുഴപ്പമില്ല. കൊടങ്ങാള കുടുംബത്തിൽ ജനിച്ചവർക്കെല്ലാം നല്ല ബുദ്ധിയുണ്ട്. പതിയെ കയറി വരും. ഓയ് ഒന്ന് വരൂ. നീ ഇതോടെ പോന്ന് രാവിലെ ഒരുങ്ങി കിട്ടി? കൊടങ്ങാവളയിലെ നമ്മുടെ നാസർക്കട വീട് ഷിഫ്റ്റ് ചെയ്തു. ചെറിയ കൈസഹായത്തിന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. കൊടങ്ങാവിലേക്ക് പോവാ? അപ്പൊ നിങ്ങൾ വരില്ല ഇന്ന്? ഇങ്ങോട്ട് വരാ. ഞാൻ പിന്നെ അവിടെ പോനാ. അല്ല, അപ്പൊ വീട്ടിൽ കയറണ്ടേ? അത് കഴിഞ്ഞ് തല കാണിക്കും. രാത്രിയിലെ ലാസ്റ്റ് വണ്ടിക്ക് അത് ഞാൻ വരും. കഴിക്കാൻ പറ്റൂടാ? കഴിക്കാൻ ഇഡലി ആവണേ ഉള്ളൂ. ധൃതി ഉണ്ടെങ്കിൽ പോന്നിട്ട് കടയിൽ നിന്ന് എങ്ങാനും കഴിക്കും. ഇച്ചിരി സമയം എടുക്കും. 200 രൂപ. 200 രൂപ? ഒരു മിനിറ്റ് നോക്കട്ടെ. നല്ല മൂടാണല്ലോ. എന്ത് പറ്റി? അയ്യോടാ, ഉണങ്ങിയിട്ടില്ല. നനഞ്ഞത് മതിയോ? ഇപ്പം കിട്ടതേ ഉള്ളൂ അച്ചടിച്ചിട്ട്. തമാശക്ക് പോലും ഇങ്ങനെയുള്ള വർത്താനൊന്നും പറയല്ലേ തങ്കഞ്ചേട്ടത്തി? ചുമ്മാ പറഞ്ഞത്. എപ്പോഴും പറയുന്നില്ലേ? ചുമ്മാ പറഞ്ഞതൊന്നുമല്ല, ശരിക്കും പറഞ്ഞതാ. ശരിക്കും പറയുന്ന ഒരു മൈക്കോ ചോറക്ക പറ. എന്നിട്ട് വേണം നിങ്ങൾക്ക് കള്ളനോട്ടേണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റേ ഇടി ഇവിടെ കയറി ഇറങ്ങാൻ. ഇടിയല്ലേ, നല്ല ഇടിയാണ് നിനക്ക് തരേണ്ടത്. എന്നോട് പൈസ വെക്കണേ. എനിക്ക് എവിടെന്നാ വരുമാനം? നീ നിന്റെ മച്ചമ്പീനോട് ചോദിക്കുക. പലചരക്ക് കടയിലെ പറ്റു കൊടുക്കാറായി. ഇവിടത്തെ സാധനങ്ങളും തീർന്നു. അതിന് എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുമ്പോൾ അവന് 200 രൂപ. പൈസ ഇല്ലെങ്കിൽ പോണ്ട. എന്റെ ഇല്ലാത്തോണ്ടല്ലേ ചോദിച്ചത്. നിങ്ങളെ മറ്റേ മാറ്റി വെച്ചേക്കുന്ന തങ്കരയും വല്ല ഉണ്ട്. അതിന് 200 രൂപ ഇങ്ങോട്ട് ഇല്ല. എനിക്ക് ബുള്ളറ്റിന്റെ പണിഞ്ഞ പൈസ കിട്ടാനുണ്ട്. അപ്പൊ തന്നെ തിരിച്ചു തരുമല്ലോ. ബുള്ളറ്റിന്റെ പൈസ കിട്ടിയിട്ട് നീ പോയാൽ മതി. അല്ല പിന്നെ എടാ, ഇയാള് പൈസ തരാത്ത എന്താണ്? കൊറേ ദിവസമായി എന്നെ കൊണ്ട് എന്റെ കൊണവറിയ ഞാൻ ഇവിടെ വന്ന് വല്ലതും വിളിച്ചാൽ പറയൂ. എനിക്ക് പൈസ കിട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ പൈസ ഇല്ലാതെ എല്ലാ റാട്ടും തുപ്പും കട്ടോണ്ടിരിക്കുക. എനിക്ക് ഇന്ന് കിട്ടണം. മറ്റേ ബുള്ളറ്റുകാരനെ ഒരു വരട്ട് വെട്ടിയപ്പം അവന് രാത്രി ഞാൻ കറണ്ട് പോലും ഇല്ലാതെ മണ്ണെണ്ണ എന്റെ വെട്ടത്തിൽ ഇരുന്ന് പണിഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ അതിന് പൈസ തരണ്ടേ? നിന്നെയൊക്കെ കൊണ്ട് ഭയങ്കര പാടാണ് റൊണാൾഡോ. ഞാൻ കനകനോട് ചോദിച്ചു നോക്കട്ടെ, എൻ്റെ എവിടെ നിന്ന് ഇരിക്കുന്നു? ഞാൻ പോകുമ്പോ ഈ ബുക്ക് മടക്കി വെച്ചോളണം. ഇനി
ആ ചേട്ടാ എങ്ങനെ ഇതിന്റെയൊക്കെ കൂടെ ജീവിക്കും? എനിക്ക് മക്കൾ ഇറങ്ങി കന്യാകുമാരിയിലോട്ടെങ്ങാനും പോയി സ്വസ്ഥത നേട്. എന്നിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു? പിന്നെ ഇതിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ല സ്വസ്ഥമായിട്ട് അവിടെ അനാഥരായിട്ട് ജീവിക്കുന്നല്ലേ. ഇങ്ങനെ ഉണ്ട് നമ്മൾ 200 രൂപയ്ക്ക് 2000 രൂപ വർത്താനം പറഞ്ഞിട്ട് വരുന്നോ? എവിടെ കുട്ടപ്പഞ്ചേട്ട അവിടെ നല്ല ചൂട് പൊട്ടും കല്ലരച്ച് ചമ്മന്തി മുട്ട പൊടിക്കുന്ന മേടി. എനിക്ക് പുട്ടും ദോശയൊന്നും വേണ്ട. വേണ്ട എന്റെ കൂട്ടാവണ്ട. ട്യൂഷന് പോണോ? ഞാൻ വരാം. ബസ് സ്റ്റോപ്പ് വരെയെങ്കിലും ഒരു കൂട്ടാവില്ല. ഞാൻ ഡ്രസ് തങ്കൻ ചേട്ടത്തി എന്തായാലും പൊട്ടി. എനക്ക് ചുമ്മാ ജോലിയൊന്നുമില്ല. ഇല്ലടാ, അതിന്റെ ഇരിപ്പ് കണ്ടറിയാൻ പൈസ ഒന്നുമില്ല, പാവം. അതുകൊണ്ട് വല്ല കടപ്പലാരെ മേടിച്ചു നോക്കിയോ നീ? ഇല്ല, ഇത് ബുള്ളറ്റ് മേടിക്കാൻ വേണ്ടിട്ട് പോണ. ബുള്ളറ്റിന്റെ പൈസ ബുള്ളറ്റ് പറയാ. ഏട്ടൻ അന്ന് വന്ന് വരട്ടിയ പിന്നല്ലേ ഇവിടെ വന്ന് പൈസ ചോദിക്കത്തില്ല. അവിടെ ഇപ്പൊ വലിയ കാര്യമായിട്ട് ചോദിക്കലില്ല. അത് എന്റെ ഇല്ല, ക്ലീറ്റനോട് വെച്ചാൽ നല്ലത് പറയുകയും ചെയ്യും ക്ലീറ്റോ. അത് ഞാൻ ശരിയാക്കി നമ്മളേലും ഈ പറഞ്ഞൊക്കെയല്ലേ പൈസ കൊച്ചിലെ ആലോചിക്കാണ്. പിന്നെ ദിവാരമാവൻ വരാൻ വേണ്ടി കാത്തിരിക്കും. സത്യം എന്റെ പൊന്നെ മറക്കാൻ പറ്റൂല. എങ്ങനെ കറങ്ങി നിൽക്കുന്നു പോകാൻ നേരത്തെ ഇങ്ങനെ. അതെ, മാമ വന്നത് നോക്കി ഞങ്ങൾ ആ വാതിക്കയിൽ ചുറ്റിക്കറങ്ങി നിൽക്കും. അതെ, എവിടെ ആദ്യം വിളിക്കും, ആ തങ്കങ്ങി വാ. അപ്പൊ പിന്നെ സന്തോഷമായി. അപ്പൊ എന്തായാലും അറിയാമല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ആദ്യം ചെല്ലും, എന്നിട്ട് ഞാൻ മിണ്ടാക്കി. അപ്പൊ അവക്ക് കൊടുക്കും. കിട്ടും 2 രൂപ എന്തിയെ കുറവാണോ? ഇന്നത്തെ 10-200 രൂപയുടെ വിലയുണ്ട്. 2 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ട് 2 രൂപയ്ക്ക് നമ്മള് ശിവാനന്ദ മാമന്റെ ചായക്കടയില്ലേ ജംഗ്ഷനില്ല, അവിടെ ചെന്നിട്ട് നല്ല പഴംപൊരി എന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് മൈദാ മാവിൽ ഇങ്ങനെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് പഞ്ചസാരയും ചേർത്ത് ഇങ്ങനെ കലക്കി വെക്കും മാമ. എന്നിട്ട് ഇങ്ങനെ അതിട്ടിട്ട് പൊരിച്ചും തരും. ഒരാളുടെ വായിൽ കപ്പലോടിക്കാനുള്ള മറക്കാൻ പറ്റൂല. പക്ഷെ ഇപ്പോഴത്തെ പഴംപൊരിക്കാരും ഒരു ഉത്തരവുണ്ട്. അത് മാത്രല്ല, എണ്ണ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. ആ എണ്ണ ഇങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നില്ല. പണ്ട് അങ്ങനെ ചെയ്യില്ലല്ലോ. ഇങ്ങോട്ട് വേടാ. എന്ത് രസമുള്ള സമയല്ലേ. എന്താ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്നോട് കൂടെ പറ, ഞാനും സന്തോഷിക്കട്ടെ. നിനക്ക് സന്തോഷത്തിനുള്ള ഭാഗം എന്നാ? ഭഗവാന്. ഞാൻ രണ്ടണി അയ്യോ അതേപോലെ കെട്ടവനു പൗഡർ ഇട്ടിട്ട് കട്ട പിടിച്ചിരിക്കുന്നത്. പ്രായം എത്ര ആയാലും ഇതൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. വലിയ പോലീസുകാർ. സ്നേഹമുള്ള ഒരു ആംഗ്ലേനും പെങ്ങളും എവിടെയും കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ വിളിച്ചതേ വേറൊന്നല്ല, നാളെ കൊണ്ട് ഇറങ്ങോ? ആണ്ടാ നമ്മള് ഒരു ചെറിയൊരു കോഴിക്കൂടുന്ന് അടിച്ചു വിട്ടാനായിട്ട്. പട്ടിയിലൂടെ ഉണ്ട്. രാവിലെ അപ്പം ഞാൻ മേശിനെ കണ്ടിട്ടേ പോകുള്ളൂ. ഇവിടെ കുറച്ച് പട്ടിയിലിരിപ്പുണ്ട് ബാക്കിലെ, അടുത്തുനിന്ന് വെളിയിട്ടേക്കണേ, വെയിലൊളിച്ചിട്ടിരുന്നത്. നീ എവിടെ നിന്ന്? നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ ഈ തന്ന് 200 രൂപ മുഴുവനും തിന്ന് വീട്ടിൽ ചെല്ലുമ്പോ ഒന്നും ഉണ്ടാവരുത് കേട്ടല്ലോ. ഒരു കാര്യം ചെയ്യേ, ചേട്ടത്തിയുടെ ബാങ്ക് പാസ്ബുക്ക് കൊടുത്താ ചെലവായതിന്റെ ബാക്കി പൈസ ബാങ്കിലിടാ. ഇത്രയും കെട്ടിക്കണമെങ്കിൽ ഇതിന്റെ പലിശ എടുത്ത് കെട്ടിക്കാമല്ലോ. അതെ, ഞാൻ കുടങ്ങാളിക്കോ അല്ല കൊടുക്കാനോ പറയാനോ വല്ല ഉണ്ടോ? പറയാനുള്ളതല്ല. ഇന്നലെ റോസ്റ്റ് വെച്ച് വിളിച്ചപ്പോ ഞാൻ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടു. എന്ത് ഞാൻ വരുന്നെന്ന് പറഞ്ഞില്ല. വരുന്നത് നേരത്തെ മനുഷ്യന് മുടി കെട്ടാൻ സമയം കിട്ടില്ല. എത്ര നേരം വെയിറ്റ് ചെയ്ത്? എടി മുട്ട, നീ ഒരു രാഷ്ട്രീയക്കാരന്റെ മോളാന്നോ? കൃത്യസമയത്തൊന്നും ട്യൂഷൻ സെന്ററിൽ ചെല്ലരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചെല്ലാവും. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അവന് വർക്ക്ഷോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, നന്നാക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ? ഹാർലി ഡേവിഡ്സനൊക്കെ വരൂ. ഹാർലി ഗൾഫിൽ പോയി. ഡേവിഡ്സൺ ഇപ്പൊ ടാപ്പിങ്ങിന്റെ പരിപാടിയാണ്. അതുപോലെ അവന് ഈ വർക്ക്ഷോപ്പിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് പിടിക്കും. ഞാൻ ചിരിക്കണമായിരിക്കും. ചിരിക്കൂല. ചളിയും കൊണ്ട് വന്നിട്ടുണ്ട് പോകും. എടി മോളെ, ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ പറഞ്ഞാൽ ഷോറൂമുകാരെ പണിയത്തുള്ളൂ. നമ്മളെ പോലുള്ള കൊച്ചു വർക്ക്ഷോപ്പിൽ കൊണ്ടൊന്നും പണിയത്തില്ല. ഭയങ്കര പരിപാടിയല്ലോ എന്റെ. അത് ശരിയാണല്ലേ. അത് മാത്രം ഇപ്പൊ കൊണ്ടുവന്നാലും അങ്കിളിന് ചെയ്യാനറിഞ്ഞൂടല്ലോ. കൊണ്ടുവന്ന വണ്ടി എന്റെ മുമ്പിൽ ഓയിലുള്ള വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ പണിഞ്ഞിരിക്കും. ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഓയിൽ ഒഴിച്ചിട്ട് പണി. മക്കൾക്ക് മൊത്തത്തിൽ ഒരു വിഷമമുണ്ടല്ലോ. എന്ത്? ഞാൻ ജീവിതം മടുത്തെങ്കിലെ സത്യം പറഞ്ഞ. ജീവിതം മടുത്തുന്നോ? എന്ത് ചെയ്തിട്ട്? +2 ആയ പ്രാക്ടിക്കല്, എക്സാം, മോഡല്, ബോർഡ്. എനിക്ക് വയ്യ, സത്യത്തിൽ വയ്യ. എപ്പോഴും ചില ദിവസം ഇതെല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങ് വലിച്ചങ്ങ് റോഡിലോട്ടങ്ങ് ഇറങ്ങി ഓടാൻ. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ നല്ലൊരു വഴി പറഞ്ഞുതരാം. അടുത്ത പരീക്ഷയുടെ അവസാന പരീക്ഷയുടെ അവസാന ബസ് കണ്ടിട്ടില്ലേ? നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, അമ്മാര് റോഡേ കിടപ്പുന്നവരെ ഫോൺ അടിക്കാതെ
ഗവൺമെന്റിന്റെ ബസ്സാണ് ഇപ്പൊ അവരടുത്തിരിക്കും. അവസാന പരീക്ഷയുടെ അന്ന് ക്ലാസ് റൂമിൽ ബോധം കെട്ടങ്ങ് വീഴും. എന്നിട്ട് ബോധം കെട്ട് 2 പ്രാവശ്യം വീഴുമ്പോൾ നമ്മൾ ഓർമ്മ പോവല്ലോ. അപ്പം നമ്മൾ പരീക്ഷ സുഖമായിട്ട് ഉളപ്പും പരീക്ഷയ്ക്ക് തോക്കും. വീട്ടുകാർ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ, കുഞ്ഞ് പരീക്ഷകാലി ബോധം കെട്ടി വീണില്ലേ? അല്ലേലും ഞാൻ ആരടുത്ത് ഇതൊക്കെ പറയുന്നത്? റൊണാൾഡോയില് വാ തുറന്ന മണ്ടത്തരേ പറയൂ. എന്റെ മുത്തൻ, നിനക്ക് പഠിത്തത്തിനകത്ത് മോചനം നേടാനുള്ള ഐഡിയ പറഞ്ഞു. എനിക്ക് മോചനം വേണ്ട. എന്നിട്ട് +2 തോറ്റ് നീ വീട്ടിൽ ഇരിക്കുമ്പോൾ നിന്റെ അമ്മ പറയുന്ന പോലെ തയ്യലോ ടാപ്പിങ്ങോ അങ്ങനെ എംബ്രോയിഡറി അതിന്റെ പരിപാടി തുടങ്ങും. ഞാൻ ജീവിതം മടുത്ത് ജീവിച്ചോളാം. ജീവിതം അടുത്ത് എങ്ങനെ ജീവിക്കും? ഒന്നുമില്ല, ഒന്നും ഉണ്ടായിരിക്കും. എനിക്കൊരു കാര്യം, എൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ വാ. അയ്യോ, ഞാൻ ഇപ്പൊ വർക്ക്ഷോപ്പിട്ട് പണിയാ. പട്ടി അവിടെ നിക്കല്ലേ, അത് കടിക്കും നമ്മളെ. ഇത് ഏത് കപ്പ ചേച്ചി? ഇത് നമ്മുടെ പറമ്പിലെ മൂലയ്ക്ക് എന്ന് വെച്ചാൽ 2 ചോട്ടിലന്ന് പറിച്ചില്ലേ, അതാണ് ഇത്. ഇവര് തീർന്നില്ലേ? ഞാൻ ഇത്തിരി എടുക്കായിരുന്നു. വൈകുന്നേരത്തേക്ക് ചായക്ക് ഇത് പുഴുങ്ങിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച്. നല്ല വേവുള്ള കപ്പയാട്ടാ, പക്ഷെ നല്ല പഞ്ഞിയുണ്ട്. എന്തൊരു ടേസ്റ്റ് ഉണ്ട്, 100 കപ്പ. അവര് ഒരു കഷ്ണം ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു, നമ്മുടെ ചന്ദ്രി ചേച്ചിക്കില്ലേ. അവര് പറയാന്ന്, അയ്യോ എന്തൊരു ടേസ്റ്റുള്ള കപ്പാന്ന്. അമ്മ വന്നാലും നമുക്കൊരു ആ കപ്പ നല്ല അടുത്ത വർഷത്തേക്ക് നടിപ്പിക്കായിരുന്നു. അപ്പൊക്കൊക്കെ എന്ത് വില. അല്ല 2-3 മൂടും കൂടെ കുഴപ്പമുണ്ട്. ഞാൻ വിചാരിച്ച അമ്മമ്മ തന്നെ അത് പറിപ്പിക്കായിരുന്നു. സുലി ചേച്ചിനെ ഇപ്പൊ കാണാനില്ലല്ലേ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? എന്റെ പൊന്നെ, അവിടെ ഭയങ്കര പ്രശ്നം നടക്കല്ലേ അവരുടെ കുടുംബത്ത്. തമ്പിച്ചേട്ടനായിട്ടാ? തമ്പിച്ചേട്ടനായിട്ടല്ല, മനുഷ്യന് പാവം. പിന്നെ എടി, സുലി ചേച്ചിക്ക് ഒരു ആങ്ങളയില്ലേ, ഒരു കള്ളുടിയൻ. ഇത് വഴി ഇടയ്ക്ക് പോവാറുണ്ട്. അങ്ങോരുമായിട്ട് ഭയങ്കര പ്രശ്നം. എന്താ കാര്യം? കാര്യം എന്താന്ന് വെച്ചാല്, സുലി ചേച്ചി അവിടെ ഇപ്പം ഒന്നിച്ചാണല്ലോ അവരുടെ സ്വത്തെല്ലാം ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. അപ്പൊ അങ്ങോർക്ക് ആങ്ങളയ്ക്ക് സ്വത്ത് ഭാഗം വെക്കണം, അങ്ങോർക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഇവര് അമ്പിനും വില്ലിനും എടുക്കണില്ല, അവര് സമ്മതിക്കണില്ല. അയ്യേ, അയാൾക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? പക്ഷെ ഇവര് സമ്മതിക്കണില്ലടി. കണ്ടാ എന്തൊരു പാവം സുലി ചേച്ചി. പക്ഷെ നമ്മുടെ ധാരണയൊക്കെ തെറ്റാട്ടോ. അവര് വിചാരിക്കണോ, നമ്മള് വിചാരിക്കണ പോലെ ഒന്നും അല്ല. വാള് പ്രശക സാധനമാണ്. അതെ, അതെനിക്ക് ഇന്നാലും മനസ്സിലായി. എന്നാൽ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് നീ അന്ന് ഉണ്ടായില്ല. കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയപ്പോഴത്തേനും ആരോ എന്തോ, അത്ര കാര്യക്കാരുടെ കുഴപ്പങ്ങളൊന്നുമില്ല, ആരോ എന്തോ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഇവരുടനെ തന്നെ ഇവർക്ക് അരിച്ചു വന്നിട്ട് ഇവരങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങ് തർക്കിക്കാൻ തുടങ്ങി. ഓമന ചേച്ചി അതിനെ കയറി പിടിച്ച്. പിന്നെ ഇവര് അങ്ങോട്ടും കൂടി എന്തൊരു തമ്മിത്തല്ലായിരുന്നറിയോ. ഞാനപ്പുറത്ത് ദൈവമേ വായിൽ നാക്കുണ്ടോന്ന് കുത്തി നോക്കിയാൽ പോലും അറിയാത്ത ആൾ ഇത്ര എങ്ങനെ വർത്താനം പറഞ്ഞെന്ന്. അവര് കാണുന്ന പോലെ ഒന്നും അല്ല. അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യമുണ്ട്, ആ തമ്പിച്ചേട്ടൻ ഒരു പാവമാണ് ചേച്ചി. ഇവരാണ് കിടന്ന് ശരിക്കും ഒച്ചയെടുക്കുന്നത് എപ്പോഴും. തമ്പിച്ചേട്ടനാ അടക്കി വെച്ചേക്കല്ലേ. അതെ, അവരെ വരച്ചവരെ നിർത്തിയിരിക്കുക. അയാൾക്ക് അതാണ് പേടിയായിക്കൊണ്ട് അയാൾ വാതുറക്കുന്നത് ഇവിടെ വരുമ്പോഴേ. അതുപോലെ നാളൊരു ദിവസം ഞാനങ്ങ് ചമ്മിപ്പോയി വെച്ചേ. എന്താന്ന് വെച്ചാല്, നമ്മൾ ഇതിൽ കൂടി പോകുമ്പോ നമുക്കുള്ളൊരു അയൽവക്കമല്ലേ, നമ്മള് വാതുറച്ച് വർത്താനം പറയില്ല. തമ്പിച്ചേട്ടനാണെങ്കിൽ ഈ പറയുന്ന ലല്ലു ആണെങ്കിൽ ആരാണെങ്കിലും നമ്മള് വർത്താനം. ഇവര് ഇവിടുന്ന് റേഷൻ കടയിൽ എന്താ പോയതാന്ന് തോന്നണം. അപ്പൊ ഇവര് വേഗം പരിവരാന്ന് പറഞ്ഞങ്ങ് നടക്കുക. അപ്പൊ ഞാൻ സുലി ചേച്ചി എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ എന്തോ ചോദിച്ചു, എവിടെ പോയി എന്നല്ല എന്തോ ചോദിച്ചു ഞാൻ. അപ്പൊ ഇങ്ങനെ നോക്കട്ടെ പറഞ്ഞിട്ട് വായിന്ന് മുത്തു വീഴേണ്ട പോലെ ഒരു കാണിച്ചു കൊടുക്കണമല്ലോ. അത് കണ്ടിട്ട് നമ്മളും പെരുമാറിയാൽ മതി. ഞാൻ എന്ത് തെറ്റേതെന്ന് ആലോചിച്ച്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചേച്ചി ആണല്ലോ അയൽക്കൂട്ടത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഇല്ലേ പറയും, അവിടെ സുലി ചേച്ചി ഉണ്ടല്ലോ, എനിക്കൊരു ആശ്വാസമാണ്. പക്ഷെ ഇനി അവരെ നമ്പരുത്, വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവര് സ്വന്തം കൂടപ്പുറപ്പിനോട് ഇങ്ങനെ കാണിച്ചെങ്കിൽ നമ്മളോട് കാണിക്കൂലേ? ഒരു ലിമിറ്റിൽ നിന്നാ മതി. അതെ അതെ. അയ്യോ ചേച്ചി, സുലി ചേച്ചിയാ? നല്ല ടോപ്പല്ലേ? ശരിയത് പുതിയതാണോ? തമ്പിച്ചേട്ടൻ മേടിച്ചെന്നായിരിക്കും. സുലി ചേച്ചി ഒരു പാവായതുകൊണ്ട് തമ്പേണ്ണനെ എല്ലാം മേടിച്ചു കൊടുക്കും. തമ്പിച്ചേട്ടനല്ലാതെ പിന്നെ എനിക്ക് ആര് വേറെ വാങ്ങിച്ചു തരായിരിക്കണം. അവിടുത്തെ ഇതെന്താ ഈ സ്വത്തിന്റെ ഒക്കെ? കുഴപ്പമൊന്നുമില്ല. ആണോ? ഇതേ തമ്പിച്ചേട്ടൻ വരുമ്പോൾ ഒന്ന് കൊടുത്തേക്കണേ, ഞാൻ വീട് വരെ ഒന്ന് പോവുക. അല്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയ ദൈവം സഹായിച്ചാൽ അവിടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഓരോരുത്തർ പറഞ്ഞൊന്നും ഉണ്ടാക്കാതിരുന്നാൽ പറഞ്ഞ കേട്ടിട്ടുണ്ടാവും ചേച്ചി. ഏയ്, കേട്ടാലിപ്പോൾ എന്താ, നമ്മളില്ലാത്ത കാര്യമല്ലതാണ് പറഞ്ഞത്. ഇപ്പം അവരുടെ മുഖം പോയതുണ്ടാ? ചേച്ചി പറഞ്ഞ സത്യം, നല്ല അഹങ്കാരം വന്നിട്ടുണ്ട്. പറച്ചിലൊക്കെ എന്തൊരു ജാടയാ. കേട്ടെന്ന് തോന്നണം.
എന്തായാലും ആദ്യത്തെ ഭാഗം കേട്ടിട്ടുണ്ടാവില്ല, ലാസ്റ്റ് വന്നപ്പോഴായിരിക്കും വന്നത്. ലാസ്റ്റ് ഭാഗമാണ് കേട്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട്. അവിടെങ്കിൽ ഞാൻ വാതിർന്നില്ല, ചേച്ചിയാ മൊത്തം പറഞ്ഞത്. പക്ഷെ നീ ഉണ്ടല്ലോ ഇവിടെ, എനിക്ക് അതൊരു സമാധാനം. ഇല്ലേ വിളിച്ചു പോകും. ചെല്ല്, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇല്ലേ എന്താ ഏട്ടാ പോരാൻ ചേച്ചി. എന്താ ഏട്ടാ? ഇവിടെ കിടന്ന പട്ടിയല്ലേ എന്ത് ചെയ്ത്? പട്ടിയല്ലേ അത് ഏട്ടനല്ലേ അവിടെ എവിടെയെങ്കിലും ഇട്ടത്? ആ ഞാനിവിടെ വെച്ചിരിക്കാൻ ഇപ്പൊ കാണാനില്ല. ഏട്ടനെ അവിടെ കൊണ്ട് ഇട്ടപ്പോ കണ്ടതാ ഞാൻ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അല്ല വിറക് എത്തിയാലും എടുത്തോണ്ട് പോയാ? പിന്നെ അത് അവിടെ ഇവിടെ കൊണ്ട് ഇട്ടപ്പോഴേ പറഞ്ഞില്ല അതെന്തോ ആവശ്യമുള്ളതാന്ന്. പിന്നെ ഞാൻ എടുത്തത് അടുപ്പിക്കറ്റുവോ? ഞാൻ ആ മേശിരി വരുമ്പോഴത്തേക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലേ അത് കോഴിക്കോട്. വേറെ എവിടെയെങ്കിലും ഇട്ടാന്നൊന്ന് ഓർത്തു നോക്കിയേ. വേറെ എവിടെ കൂട്ടെ എവിടെയല്ലേ വെച്ചിരുന്നത്? ഞാൻ അവിടെ കയറി നോക്കിയായിരുന്നു, അവനകത്താരും ഇത്ര നേരം നിന്നത്. ഇവിടെ എങ്ങും ഇല്ല. ഇതാരെടുത്തോണ്ട് പോയി? ഇതാരെടുത്തോണ്ട് പോയി? ചുമ്മാ അല്ല. തങ്കം, ചേച്ചിനെ എന്തിനാ വിളിക്കണം? തങ്കം നീ കണ്ടോ? നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടോ? കാണാതിരിക്കുന്നത്. ആ കാണാത്തൊരു കാര്യം. നീ ഭർത്താവിന്റെ ഇടയ്ക്ക് വഴക്കായി. കൊമ്പത്തെ പോലീസുകാരനാണല്ലോ, നിനക്ക് എന്ത് പ്രകൃതിക്ഷോഭം വരെ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഈ കാലത്ത് ഇവറ്റകളും വഴക്കുണ്ടാവും. കർത്താവിന് പോലും അറിയത്തില്ല. വീഡിയോ എടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇവൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഈ കുടുംബത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണ്ട. ഒരു മൊട്ട് സൂചിയെങ്കിലും മേടിക്കേണ്ട. എടാ കുടുംബത്തിന്, എന്റെ കുടുംബത്തിനല്ലേ അത്, ഞാൻ അങ്ങ് സഹിച്ചു. എനിക്ക് വേണ്ട. ഇവിടെ കിടക്കുന്ന സാധനം വിറ്റ് തുലയ്ക്കാൻ വേണ്ടി പറ്റൂ. ഈ കുടുംബത്തെ എന്ത് സാധനം ക്ലീറ്റ വിറ്റ് തൊളിച്ചെടുക്കുന്നത്? ഇവിടെ ഗ്യാസ് പോകുമ്പോ ഗ്യാസ് അടുപ്പ് ആരാ മേടിച്ചത്? നീ മേടിച്ചു തരണ്ട. ഇവിടെ തയ്യൽ മെഷീൻ ആരാണ് മേടിച്ചത്? ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടിട്ടേക്കുന്ന പട്ടിയിലെടുത്തിട്ടല്ല അവന്റെ പാർട്ടി വളർത്തുള്ളത്. ഞാൻ മലയാളത്തിൽ നിന്നോട് പറഞ്ഞു, അത് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, ക്ലീറ്റ വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചതാന്ന്. ഏത്? ഇവിടെ കിടന്ന പട്ടിയില്ല. ഇവിടെ കിടന്ന ക്ലീറ്റ പാർട്ടി കുത്തിയ കിടന്നത്. വഴിയാവണ്ട കൊണ്ടുപോയിട്ട് പാർട്ടിയിൽ അവന്റെ എന്റെ ഇവിടെ നിർത്തൽ പട്ടിയിലെടുത്തിട്ടാണ് അവൻ പാർട്ടി വളർത്താൻ പോണത്. ലോകത്ത് നിന്റെ കയ്യിൽ മാത്രമുള്ള പട്ടിയല്ലേ ഇവിടുത്തെ പട്ടിയിലവിടെ? ചോദിക്ക് നീ എന്നും അളിയന്മാര് തമ്മിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ന്യായീകരിക്കാൻ എന്റെ ക്ലീറ്റോനെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് പട്ടിയിൽ എടുത്തോണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അഥവാ എടുത്തോണ്ട് പോയെങ്കിൽ അത് തിരിച്ചുകൊണ്ടിട്ടാ തീരാവുന്ന പ്രശ്നമല്ലേ? ഒന്നുമില്ല, അളിയനല്ലേ. എങ്ങനെ കൊണ്ടിടും? വഴി എവിടെ കുത്തി വെച്ചിരിക്കല്ലേ? വഴിയെ കുത്തി വെച്ചെങ്ങനെ അവര് പാർട്ടിക്കാർ മേടിച്ചതല്ല, നിന്റെ അല്ല. ആര് മേടിച്ച്? എന്റെ ക്ലീറ്റോ മേടിച്ചത്. ആര് പറഞ്ഞു? ഞാൻ അൻസാറിനോട് ചോദിച്ചു എവിടെ നിന്ന്. അപ്പൊ ക്ലീറ്റോ കൊണ്ടുവന്നു. കാശ് കൊടുത്ത് മേടിച്ചാണെങ്കിൽ പറയും കാശ് കൊടുത്ത് മേടിച്ചെന്ന് പറയും. എന്നോട് പറഞ്ഞു ക്ലീറ്റോ കൊണ്ടുവന്നാ പറഞ്ഞത്. പിന്നെ ലോകത്ത് കനകന്റെ കയ്യിൽ മാത്രമല്ലേ പട്ടികല്ലുള്ളൂ. എങ്കിൽ ഇവിടെ സമ്മതിക്കണം, അല്ലെ സമ്മതിക്കണം. പിന്നെ സമ്മതിക്കും കുറെ. കുഴപ്പം നമ്മള് ഒരാളെ കള്ളനാക്കുന്നത് ശരിയാണോ? നീ കണ്ടിട്ടുണ്ടെങ്കിൽ ശരി. നീ എവിടെയെങ്കിലും കണ്ടോ ക്ലീറ്റ് എടുത്തിട്ട് പോകുന്നത്? ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരാണ് ഉണ്ടാക്കുന്നത്? നീ എന്റെ ക്ലീറ്റ് നീ മാന്തി തുടങ്ങും, ക്ലീറ്റ് അന്നേരം തിരിച്ചു മാന്തും. വരട്ടെ, അപ്പൊ ചോദിക്കാമല്ലോ. അത് തന്നെ എന്തൊരു കഷ്ടമാണ് കിടന്നിട്ട് ആവശ്യമില്ലാതെ എന്നും ഒന്നും കൂടപ്പുറപ്പോളും അമ്മി. അല്ല പിന്നെ അങ്ങനെ ഒരാളെ അങ്ങനെ മോശക്കാരനാക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ എന്റെ പട്ടിയിലൂടെ നിന്റെ പട്ടികല് തിന്ന് പുഴുകി തിന്ന് രാവിലെ അതായിരിക്കും തിന്നത്. എനിക്കറിയാൻ പാടില്ല എന്റെ പട്ടികല് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അഥവാ എടുത്തെങ്കിൽ രണ്ട് മരപ്പലയുടെ കാര്യമല്ലേ മച്ചമ്പി? നീ കൊണ്ടുപോടാങ്കി ഇരിക്കണേ. ഈ കോഴിക്കോട് ഉണ്ടാക്കണം. മെനക്കെട്ടവൻ ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതാ പാട്. ഇപ്പൊ ഞാൻ തെറ്റുകാരനാ? ഏട്ടാ കണ്ട നീ ആരാ? നീ ആരാ എടുത്തേ? നീ ആരാ? ചേച്ചി എന്റെ പൊന്നു റൊണാൾഡേ, നീ അറിഞ്ഞോ അറിയാതെയോ നീ മാറ്റി ഒരിടപാടിന് ഞാൻ ഇല്ല. ഇത് മറ്റേ ബുള്ളറ്റ് പണിയാൻ കൊണ്ട് പോയില്ലേ, അതിന്റെ പൈസ കൊണ്ട് വന്നേ കേട്ടോ. ഏത് ബുള്ളറ്റ്? എന്റെ പൊന്ന് കനക സാറേ, എൻ്റെ കയ്യിൽ കുറച്ച് പട്ടികൾ കൊണ്ട് കഴിഞ്ഞ ആഴ്ച തന്നു. ഞാൻ കണ്ട കഷ്ടകാലത്ത് വാങ്ങിച്ചു വെച്ചു. പൈസ പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം പോലും വിളി തുടങ്ങി. കൊടുക്കാൻ ഇപ്പം ഭീഷണിയായി ഈ ദൂരം നിൽക്കുകയാണ്. പൈസ ഞാൻ വരാം, ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടാക്കണം. പോ പോയിക്കോ, ഞാൻ വരാം. പോ. പട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഇനി ഇതിന്റെ പേര് നിങ്ങൾ ആങ്ങളും പെങ്ങളും കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. എപ്പോഴും വന്ന് സെറ്റിൽമെന്റ് ഞാൻ കാണണമെന്നില്ല. ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കുവാണോ? ഓക്കെ
ലില്ലിപ്പണ്ണകത്ത് കയറിപ്പോ. ഇതൊന്നും കണ്ട് ലില്ലിപ്പണ്ണ് പഠിക്കരുത്. നമ്മള് കൊടങ്ങാള കുടുംബത്തിനൊന്നും ചേർന്നാണ് ചുമ്മാ നിസ്സാര കാര്യത്തിന് വഴക്ക്. ആ? അവൻ അവൻ്റെ അനി